ശരി, ഇനി എറണാകുളം ജില്ലയിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ജില്ലയിലെ മണ്ഡലങ്ങളിലെ അഭൂതപൂർവമായ പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. കുന്നത്തുനാട് 89.93% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. തൃപ്പൂണിത്തുറയിൽ 79.31% പോളിംഗും രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി സൈഫുനിസ അലിയാർ ചേരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ ഇത്തവണ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിലുള്ള മികച്ച ഒരു പ്രകടനമാണ് ഇരു മുന്നണികളും കാഴ്ചവെച്ചത് എന്നാണ് പോളിംഗ് ശതമാനം നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഒരു UDF തരംഗത്തിനുള്ള സാധ്യതയാണ് ഈ രീതിയിൽ മികച്ച പോളിംഗിലേക്ക് പോയത് എന്ന് ഇപ്പോൾ UDF ക്യാമ്പ് അടക്കം പറയുന്നത്. ഒപ്പം തന്നെ LDF പറയുന്നത് ഈ SIR അടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷം, നടപടിക്രമങ്ങൾക്ക് ശേഷം വോട്ടർ പട്ടിക കുറച്ചുകൂടി സുതാര്യമാവുകയും അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ വോട്ട് ചെയ്യുകയും ചെയ്തതാണ് ഈ പോളിംഗ് ശതമാനം ഉയരാൻ കാരണം. അതല്ലാതെ LDFന് അനുകൂലമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെയാണ് LDF ക്യാമ്പും പറയുന്നത്. എന്തായാലും ഈ കുന്നത്തുനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ NDAയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതുതന്നെയാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അവിടെ എങ്ങനെയാണ് ഫലം വരിക എന്ന് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. വാശിയേറിയ മത്സരമാണ് ജില്ലയിൽ ഉടനീളം കഴിഞ്ഞ പ്രചാരണ ദിവസങ്ങളിലാണെങ്കിലും ഇന്ന് പോളിംഗ് ദിവസത്തിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. അത് വൈപ്പിനിലാണെങ്കിലും തൃപ്പൂണിത്തുറയാണെങ്കിലും കുന്നത്തുനാടാണെങ്കിലും കളമശ്ശേരിയിലൊക്കെ ആണെങ്കിൽ പോലും മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിലാണ് കുറച്ചുകൂടി പോളിംഗ് കുറഞ്ഞ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് വരും മണിക്കൂറുകളിൽ അത് കുറച്ചുകൂടി വ്യക്തമാകും പോളിംഗ് ശതമാനം എന്നാണ് മനസ്സിലാകുന്നത്. ശരി, ഇനി എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ കനത്ത രാഷ്ട്രീയ പോരാട്ടം നടന്ന തൃശ്ശൂരിൽ മികച്ച പോളിംഗ് ആണ് ഇത്തവണയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. വോട്ടെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിലും പോളിംഗ് ബൂത്തിൽ തിരക്ക് അനുഭവപ്പെട്ടു. 77.10% പോളിംഗ് ആണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ലെവിൻ കെ വിജയൻ പറയും അവിടുത്തെ വിവരങ്ങൾ. മൂന്ന് മുന്നണികളുടെയും പ്രധാന മുന്നണികളുടെയും പ്രവർത്തകർ, ബഹുജന രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തകരെല്ലാം പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇന്ന് പുലർച്ചെ മുതൽ തന്നെ നടത്തിയിരുന്നു. അതിലേറെ കണ്ട് അവരത് വിജയിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിലെ കണക്കുകൾ വരാൻ നേരത്ത് ഗുരുവായൂർ മണ്ഡലത്തിൽ 70%-ലധികം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ഗുരുവായൂർ ഏറ്റവും പിന്നിലായിരുന്നു ജില്ലയെ സംബന്ധിച്ചുകൊണ്ട്. മണലൂരിൽ അതിശക്തമായ മത്സരം നടക്കുന്ന മണലൂരിൽ 74% പോളിംഗും, വടക്കാഞ്ചേരിയിൽ 78% പോളിംഗും, ഒല്ലൂരിൽ 78% പോളിംഗും, തൃശൂർ മണ്ഡലത്തിൽ 74% പോളിംഗും, നാട്ടികയിൽ 73%, കയ്പമംഗലത്ത് 74%, ഇരിങ്ങാലക്കുടയിൽ 76%, പുതുക്കാട് 78%, ചാലക്കുടിയിൽ 73%, കൊടുങ്ങല്ലൂരിൽ 74% ആളുകളും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന ഈ ഘട്ടത്തിലെ കണക്കുകൾ പ്രകാരം പറയാൻ കഴിയുന്ന വിവരം. തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ ഇന്ന് TN പ്രതാപൻ കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും TN പ്രതാപന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം TN പ്രതാപനെ മണലൂരിലെ കണ്ടാശ്ശേരിയിലുള്ള ബൂത്തിൽ വെച്ച് തടഞ്ഞ BJP പ്രവർത്തകന് ഇത്തരത്തിൽ തിരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിക്കുന്ന സംഭവമുണ്ടായി. തൃശ്ശൂരിൽ ഏറെ നാടകീയമായ സംഭവം നടന്നത് ഇന്ന് തൃശ്ശൂരിലെ 205 നമ്പർ ബൂത്തിലാണ്. അവിടെ ഒരു യുവതിയെ, അക്ഷയ എന്ന് പറയുന്ന കൂർക്കഞ്ചേരി സ്വദേശിനിയായ യുവതിയെ പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ 6 മണിക്കൂറിലേറെ സമയമാണ് അവരെ പുറത്തിരുത്തിയത്. പിന്നീട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടക്കം ഇടപെടുകയും ജില്ലാ വരണാധികാരി കർശന നിർദ്ദേശം നൽകുകയും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ ഇടപെടുകയും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, LDF നേതാക്കൾ എത്തി പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒക്കെ അതിനുശേഷം ഒടുവിൽ 6 മണിക്കൂറിന് ശേഷമാണ് അക്ഷയയ്ക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെയാണ് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ വ്യാജ വോട്ട് ചെയ്തു എന്നുള്ള ആരോപണം ഉയർന്നത്. ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്തിമ കണക്കുകൾ ഇനിയും വരാനിരിക്കുന്നതുള്ളൂ. ജില്ലയിൽ 80% പിന്നീടും വോട്ടിംഗ് ശതമാനം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. ശരി, മറ്റ് ജില്ലകൾ